പാലക്കാട് കൽമണ്ഡപത്ത് വീട്ടിൽ നിന്ന് 30 ലക്ഷം രൂപയുടെ സ്വർണം മോഷ്ടിച്ചു. ശിവദാസൻ എന്നയാളുടെ വീട്ടിൽ നിന്നാണ് സ്വർണം മോഷണം പോയത്. പ്രദേശത്തെ മറ്റ് 2 വീടുകളിൽ കൂടി മോഷണ ശ്രമം നടന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. വിഷ്ണുപ്രകാശ് വിവരങ്ങൾ നൽകും. ഇന്ന് പുലർച്ചെയാണ് പാലക്കാട് കൽമണ്ഡപം പ്രതിഭാ നഗറിൽ 3 വീടുകളിൽ മോഷണം നടന്നത്. ഈ പുലർച്ചെ കള്ളൻ എത്തി വീടിൻ്റെ മുൻവശം കുത്തി തുറന്നാണ് ഈ വീട്ടിലോട്ട് പ്രവേശിച്ചത്. അവിടെ ഉദ്ദേശം 30 ലക്ഷത്തോളം വരുന്ന സ്വർണവും ഒരു 7 ലക്ഷത്തോളം രൂപയും നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഈ വീടുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത്. ഇവിടെ അനുജനും ഫാമിലിയൊക്കെ തിരുവനന്തപുരം ടൂർ പോയിരിക്കുക. അപ്പം ടൂർ പോകുമ്പോൾ എതിർ വീട്ടിൽ താക്കോൽ കൊടുത്തിരുന്നു. അപ്പം ജോലിക്കാരി കുട്ടി ദിവസം അവിടെ നിന്ന് താക്കോൽ വാങ്ങി 2-3 ദിവസം വീട് ക്ലീൻ ചെയ്തിട്ട് തിരിച്ച് അവിടെ താക്കോൽ കൊടുത്തിട്ട് വീട് പൂട്ടിയിട്ട് താക്കോൽ കൊടുത്തിട്ടാണ് പോവുക. ഇന്ന് കാലത്ത് വന്ന സമയത്ത് ആ കുട്ടി താക്കോൽ മേടിച്ച് വീട് ക്ലീൻ ചെയ്യാൻ നോക്കിയപ്പോൾ മുൻവശത്തെ ഡോറ് പൊളിച്ചിരിക്കുന്ന കണ്ടു. അപ്പോൾ കള്ളം കയറിയെന്ന് സംശയത്തിൽ അകത്ത് നോക്കിയപ്പോൾ എല്ലാം വാരി വലിച്ചിട്ടിരിക്കുന്നു. ഉടനെ തന്നെ ഭയപ്പാടോടെ തിരിച്ച് എതിർ വീട്ടിൽ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം വന്ന് നോക്കിയിട്ട് ഉടനെ തന്നെ എൻ്റെ ബ്രദർ ശിവദാസ്, അവനാണ് ഇവിടെ താമസിക്കുന്നത്, വിളിച്ചു പറഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ കയറിയിട്ടുണ്ട് പറഞ്ഞു. ഞാൻ ഉടനെ തന്നെ ഇവിടെ വന്നു. നഷ്ടപ്പെട്ടിരിക്കുന്ന അനുജൻ പറഞ്ഞത് സുമാറാണ്, കൃത്യമായ കണക്കല്ല. ഏകദേശം ഒരു 30 ലക്ഷം രൂപയുടെ ഗോൾഡും ക്യാഷുമായിട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. മറ്റു 2 വീടുകളിൽ നിന്നും മോഷണ ശ്രമമാണ് ഉണ്ടായിരുന്നത്. അവിടെ നിന്നും പരാജയപ്പെട്ട് വീണ്ടും ആ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള മറ്റൊരു വീട്ടിലെത്തിയപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ വീട്ടിലാണ് ഇപ്പോൾ മോഷണം നടന്നത്. ഇപ്പോൾ സ്ഥലത്തെ വാർഡ് മെമ്പർ ചേരുന്നുണ്ട്. ഇവിടെ ഈ പരിസരത്ത് ഇങ്ങനെ ആരെങ്കിലും അസ്വാഭാവികമായിട്ട് നടക്കുന്നു, അങ്ങനെ എന്തെങ്കിലും ആളുകൾ പറയുന്നതിനും ചെയ്തിരുന്നു? നിങ്ങൾക്ക് എന്തെങ്കിലും അറിയിപ്പ് കിട്ടി? ഈ അസ്വാഭാവികമായിട്ട് നടക്കുന്നതൊക്കെ ഉണ്ട്. കാരണം തൊട്ടപ്പുറത്തൊരു ബീവറേജ് ഉള്ളത് കൊണ്ട് അവിടുന്ന് മദ്യം ഉൾപ്പെടെ സാധനങ്ങൾ മേടിച്ചിട്ട് ഇങ്ങനെ പരിചയമില്ലാത്ത ആൾക്കാരെ അതുവഴി പോകും വരവൊക്കെ ചെയ്യാറുള്ളത്. പക്ഷേ മോഷണ ശ്രമം ഉണ്ടായത് ഇപ്പോഴാണ്. ഇതിന് മുമ്പ് ഒരു കൊല്ലം മുമ്പ് പട്ടാപ്പകൽ വീട്ടമ്മയെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി ഒരു മോഷണ ശ്രമം ഉണ്ടായതും ഇതേ വാർഡിൽ പ്രതിഭാ നഗർ സെക്കൻഡ് ലൈൻ ആയിരുന്നു അന്നും. ഇത് മുൻവശം തകർത്താണ് കരുതി. മറ്റു ശബ്ദങ്ങളോ അങ്ങനെ ഒന്നും ആർക്കും കേട്ടതായിട്ട്, അയൽവാസികൾക്കൊന്നും കേട്ടതായിട്ട് അറിയുന്നില്ല. CCTV ദൃശ്യങ്ങളൊക്കെ നോക്കുമ്പോൾ അവർ തുറന്നിട്ട് കുത്തിപ്പൊളിച്ച് തുറന്ന് ഉള്ളിൽ കയറുന്നതാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഒരാളാണോ ഉള്ളത്? ഒരാൾ മാത്രമാണ്. ഇപ്പോൾ പോലീസ് സ്ഥലത്തെത്തി അവരുടെ മൊഴിയടക്കം, ഈ നേരത്തെ വിവരം ആദ്യം അറിയിച്ച വീട്ടിൽ ജോലിക്ക് വരുന്ന ആ സ്ത്രീയുടെ മൊഴിയടക്കം രേഖപ്പെടുത്തുന്നുണ്ട്. ഇനി ഡോഗ് സ്ക്വാഡും അതുപോലെ ഫിംഗർ പ്രിന്റ് വിദഗ്ധരും അടക്കം ഇവിടേക്ക് എത്തി ഇതിൻ്റെ മറ്റു നടപടികൾ പൂർത്തിയാക്കും. അതിനുശേഷം വിശദമായിട്ടുള്ളൊരു അന്വേഷണമാണ് ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മൽഘോഷ് മോഹനൊപ്പം വിഷ്ണുപ്രകാശ്, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.